നമസ്കാരം. നന്ദൻകോട്ടെ ഒരു സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മകനിൽ നിന്ന് ഒഡീഷയിലെ ഉൾവനങ്ങളിൽ കോടികളുടെ ലഹരി സാമ്രാജ്യം വാഴുന്ന ഡോൺ അലൻ പുന്നൂസിലേക്കുള്ള വളർച്ച സിനിമാ കഥകളെ പോലും വെല്ലുന്നതാണ്. കണ്ണാടി ഷാജി വധക്കേസിൽ തുടങ്ങിയ ക്രിമിനൽ ജീവിതം ഒടുവിൽ ഒഡീഷ പോലീസിന്റെ ഡ്രോൺ നിരീക്ഷണത്തിലും കമാൻഡോ ഓപ്പറേഷനിലും ചെന്ന് അവസാനിക്കുമ്പോൾ പുറത്തുവരുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ കഞ്ചാവ് സിൻഡിക്കേറ്റിന്റെ വിവരങ്ങളാണ്. തലസ്ഥാനത്തെ അമ്പലമുക്ക് കൃഷ്ണകുമാർ ഗ്യാങ്ങിലെ പ്രമുഖനായിരുന്ന നന്ദൻകോട് സ്വദേശി അലൻ ജയരാജ് ലഹരി മാഫിയയുടെ ലോകത്ത് അലൻ പുന്നൂസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൊലക്കേസിൽ കോടതി ഇയാളെ വെറുതെ വിട്ടെങ്കിലും കുറ്റകൃത്യങ്ങളുടെ ലോകം ഉപേക്ഷിക്കാൻ അലൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഒഡീഷയിലെ കോറാപ്പുട്ടിൽ 300 കോടി രൂപയുടെ ഹാഷിഷ് ഓയിൽ ഫാക്ടറിയുമായി പിടിയിലാകുമ്പോൾ അലൻ പൊന്നു എന്ന ഈ ക്രിമിനൽ ഇനി പുറംലോകം കാണാൻ സാധ്യത കുറവാണ്. തിരുവനന്തപുരത്തെ ഗുണ്ടാ ലോകത്തെ ഞെട്ടിച്ച കണ്ണാടി ഷാജി വധക്കേസിൽ അലൻ പ്രതിയായത് ചെറു സഹായങ്ങളുടെ പേരിലായിരുന്നില്ല എന്നാണ് പുതിയ വിവരങ്ങൾ നൽകുന്ന സൂചന. തന്റെ മുൻ നേതാവായ കണ്ണാടി ഷാജിയെ എതിർപക്ഷത്തുള്ള അമ്പലമുക്ക് കൃഷ്ണകുമാർ ഗ്യാങ്ങിന് ഒറ്റിക്കൊടുത്തത് അലനാണെന്ന ആക്ഷേപം ശക്തമാണ്. ഷാജിയുടെ ഒളിത്താവളം കൃഷ്ണകുമാറിന് കൃത്യമായി ചോർത്തി നൽകിയതോടെയാണ് ആ കൊലപാതകം നടന്നത്. ഇതിനു പിന്നാലെ ഷാജിയുടെ അനുയായികൾ അലനെ നോട്ടം വിട്ടതോടെയാണ് ജീവൻ രക്ഷിക്കാൻ ഇയാൾ തലസ്ഥാനം വിട്ടതും കേരളത്തിലേക്ക് വരാത്തതും. കേരള പോലീസിനും എക്സൈസിനും ഈ കൊടും കുറ്റവാളിയെ തൊടാൻ കഴിയാതിരുന്നതിന് പിന്നിൽ പോലീസിനുള്ളിലെ ചില സൗഹൃദങ്ങളാണെന്ന് എക്സൈസ് രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തുന്നു. അലന്റെ അടുത്ത ബന്ധുവിന് പോലീസിലുള്ള സ്വാധീനം ഉപയോഗിച്ച് തനിക്കെതിരെയുള്ള ഓരോ നീക്കവും അലന് നേരത്തെ ചോർത്തിക്കിട്ടിയിരുന്നു. തലസ്ഥാനത്തെ പോലീസ് ചലനങ്ങൾ കൃത്യമായി അറിഞ്ഞിരുന്ന അലൻ അത് ഉപയോഗിച്ചാണ് ഓരോ തവണയും അധികൃതരെ വെട്ടിച്ച് വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞത്. തിരുവനന്തപുരം ശാസ്തമംഗലത്ത് വീട് വാടകയ്ക്കെടുത്ത് ടാറ്റു സ്റ്റുഡിയോയുടെ മറവിൽ അലൻരാജ് മുൻപ് ലഹരി കച്ചവടം നടത്തിയിരുന്നു. ശരീരത്തിൽ ടാറ്റു പതിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികളെ സൗഹൃദത്തിൽ കുരുക്കി മയക്കുമരുന്നിന് അടിമകളാക്കിയായിരുന്നു ഇയാളുടെ തന്ത്രം. ഇവിടെ ലഹരി ഉപയോഗിക്കുന്നതിന് അലൻ സൗകര്യങ്ങൾ ഒരുക്കി. എന്നാൽ പോലീസ് റെയ്ഡ് ഘടിപ്പിച്ചതോടെ കേരളം വിട്ട അലൻ തന്റെ സാമ്രാജ്യം അന്തർ സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. കേരളത്തിലേക്ക് വരാതിരുന്ന അലൻ തന്റെ അടുത്ത സുഹൃത്തുക്കളെ പോലും കണ്ടിരുന്നത് അതീവ രഹസ്യമായിട്ടാണ്. ബംഗളൂരുവിൽ വെച്ചായിരുന്നു ഇത്തരത്തിലുള്ള ഒത്തുചേരലുകൾ നടന്നിരുന്നത്. കൂട്ടുകാരെ പോലും അറിയിക്കാതെ അർദ്ധരാത്രികളിൽ വരികയും മുറിയിൽ തട്ടുമ്പോൾ മാത്രം അവർ സാന്നിധ്യം അറിയുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു അലന്റെ രഹസ്യ നീക്കങ്ങൾ. കേരളത്തിന് പുറത്തിരുന്നാണ് ഇയാൾ തന്റെ മയക്കുമരുന്ന് സിൻഡിക്കേറ്റിനെ നിയന്ത്രിച്ചിരുന്നത്. ഒഡീഷയിലെ കോറാപ്പുട്ടിലെ ജലാപുർ റിസർവോയറിനുള്ളിലുള്ള അതീവ രഹസ്യമായ ദ്വീപിലായിരുന്നു അലൻ തന്റെ ഹാഷിഷ് ഓയിൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ചത്. വനത്തിനുള്ളിൽ അത്യാധുനിക ലാബ് സൗകര്യങ്ങളോടെ കഞ്ചാവ് വാറ്റി ഹാഷിഷ് ഓയിലാക്കി മാറ്റിയായിരുന്നു പ്രവർത്തനം. ഒഡീഷ പോലീസ് നടത്തിയ റെയ്ഡിൽ 1800 ലിറ്റർ ഹാഷിഷ് ഓയിലും 1000 കിലോ കഞ്ചാവുമാണ് പിടിച്ചെടുത്തത്. ആന്ധ്രയിലിരുന്ന് കേരളത്തിലെ മയക്കുമരുന്ന് കച്ചവടം നിയന്ത്രിക്കാൻ അലന് കൃത്യമായ ശൃംഖലകൾ ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഇടവക്കോട് കൊലക്കേസിലെ പ്രതിയായിരുന്ന പാറ അഭിലാഷ്. കേരളത്തിൽ അഭിലാഷാണ് കച്ചവടം നിയന്ത്രിച്ചിരുന്നത്. റിട്ടയർഡ് എസ്പിമാരുടെ മക്കൾ മുതൽ ഗുണ്ടാ നേതാക്കൾ വരെ അലന്റെ സിൻഡിക്കേറ്റിലുണ്ടായിരുന്നു. കേരളത്തിലെ ജയിലുകളിലേക്ക് പോലും മയക്കുമരുന്ന് എത്തിക്കാനും ഇയാൾക്ക് കഴിഞ്ഞിരുന്നു എന്നത് പോലീസിനും നാണക്കേടായി മാറുകയാണ്. തിരുവനന്തപുരം തച്ചോട്ടുകാവിലും ആക്കുളത്തും എക്സൈസ് നടത്തിയ റെയ്ഡുകളിൽ പിടികൂടിയ കഞ്ചാവിന് പിന്നിൽ അലനാണെന്ന് തെളിഞ്ഞിരുന്നു. മയക്കുമരുന്ന് എത്തിക്കാൻ വോൾവോ ബസ്സുകളിൽ വിദ്യാർത്ഥികൾ എന്ന വ്യാജേന ഇവർ ബാഗുകളിലാക്കി മയക്കുമരുന്ന് കടത്തിയിരുന്നു. സാഹസികമായ നീക്കത്തിലൂടെ ഡ്രോണുകളും ബോട്ടുകളും ഉപയോഗിച്ചാണ് ഒഡീഷ പോലീസ് ഈ സിൻഡിക്കേറ്റിന്റെ അടിവേരറുത്തത്. DIG കൻവർ വിശാൽ സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അലനെയും കൂട്ടാളികളായ ആനന്ദരാജ്, കിരൺ, ബിത്തു എന്നിവരെയും പിടികൂടിയത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സാധാരണക്കാരായ യുവാക്കളെ ലഹരിയുടെ കാണാക്കയങ്ങളിലേക്ക് തള്ളിവിട്ട് കോടികൾ കൊയ്ത അലൻരാജിന്റെ ക്രിമിനൽ ജീവിതം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. തന്റെ പഴയ നേതാവായ കണ്ണാടി ഷാജിയെ ഒറ്റിക്കൊടുത്തു തുടങ്ങിയ കുതിപ്പ് ഒടുവിൽ അഴിക്കുള്ളിൽ അവസാനിക്കുമ്പോൾ തലസ്ഥാനത്തെ ഗുണ്ടാ ലോകത്തും ലഹരി വിപണിയിലും വലിയൊരു ശൃംഖലയാണ് തകരുന്നത്. പ്രതികളെ കേരളത്തിലെത്തിച്ച് കൂടുതൽ കേസുകളിൽ തെളിവെടുപ്പ് നടത്താനാണ് എക്സൈസിന്റെയും പോലീസിന്റെയും തീരുമാനം. ഇയാളെ കേരളത്തിലേക്ക് എത്തിക്കുന്നതോടെ പോലീസിനുള്ളിലെ ബന്ധങ്ങളും ചോർത്തലുകളും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.